ഹലോ ഗൈസ്, ഞാൻ തക്കാളിയും ചെറിയ ഉള്ളിയും കൂടെ വെള്ളത്തിനകത്തിട്ട് തിളപ്പിക്കുകയാണ്. തിളപ്പിച്ച് കഴിയുമ്പോൾ ചൂട് മാറി കഴിയുമ്പോഴത്തേക്കും തക്കാളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് തക്കാളിയും ചെറിയ ഉള്ളിയും മുളക് പൊടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കടുക് പൊട്ടിച്ചു, പച്ചമുളക് ഇട്ടു. അതിനകത്തോട്ട് ഈ അരപ്പെല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി വെള്ളം കൂടെയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ എന്ത് കറിയാണ് വെക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയലക്കറിയാണ് വെക്കാൻ പോകുന്നത്. പെട്ടെന്ന് 2 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. പിന്നെ ഞാൻ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ പുളി വെള്ളത്തിലിട്ട് ആ വെള്ളം കൂടെ ഒന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ കൂടെ ഒന്ന് ഒഴിച്ച് ചേർത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മീൻ കറിയാണ്. അയലയാണ് കിട്ടിയിരിക്കുന്നത്. അയല ഞാൻ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. അതും കൂടെ ഞാൻ ഈ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് പിന്നെ ഇച്ചിരി ഉലുവ വറുത്ത് പൊടിച്ച് അതും കൂടെ ചേർത്ത് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം തിളയ്ക്കാൻ പാകത്തിന് വരുമ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. മൂടി വെച്ച് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അടിപൊളി ഒരു അയലക്കറിയാണ് റെഡിയായിരിക്കുന്നത്.